എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 22-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് ഡിക്ലറേഷന്റെ തലേ ദിവസം നടന്ന KM ജ്വല്ലറി അവിടെ നിന്ന് അവരുടെ ഓണേഴ്സ് പോകുന്ന വഴിക്ക് അവരെ തടഞ്ഞു നിർത്തി റോബറി നടത്തിയ കേസിനകത്ത് നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള 5 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അതുകൂടാതെയും ഇതിൻ്റെ പ്ലാനിങ്ങിനകത്തും ഗൂഢാലോചനയിലും എല്ലാം അംഗങ്ങളായിട്ടുള്ള മറ്റ് എല്ലാവരും കൂടിയിട്ട് 13 വ്യക്തികളാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ്റെ പുറകിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യക്തികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ണൂർ ജില്ലക്കാരുണ്ട്, താമരശ്ശേരി, കോഴിക്കോട് ജില്ലക്കാരുണ്ട്. പിന്നെ നേരത്തെ തൃശ്ശൂർ ജില്ലാ പോലീസ് ആദ്യഘട്ടത്തിൽ പിടിച്ചതുപോലെയുള്ള തൃശ്ശൂർ ജില്ലക്കാരും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഈ കുറ്റകൃത്യം കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണത്തോടു കൂടി തന്നെ ചെയ്തിരുന്നതാണ്. ഏകദേശം ഒരു 1.5-2 വർഷം മുൻപ് ഒരു റെഗുലർ തെഫ്റ്റുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 2 വ്യക്തികൾ, അവർ താമരശ്ശേരിക്കാരായിട്ടുള്ള 2 പ്രതികൾ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അവർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് പിടിക്കുകയും അവരത് ഡിസ്കസ് ചെയ്ത് കാലാകാലങ്ങളിൽ അത് ഡെവലപ്പ് ചെയ്ത് ഏത് സമയത്താണ് താരതമ്യേന സെക്യൂരിറ്റി കുറഞ്ഞ കുറച്ച് പ്രായമെത്തിയ ഓണേഴ്സ് തന്നെയാണ് ഈ ജ്വല്ലറി മാനേജ് ചെയ്യുന്നത്, അതിൻ്റെ സ്വർണം ദിവസേന കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ വരവും പോക്കും എല്ലാം നിരീക്ഷിച്ച് അതിനുശേഷം ഇത് കണ്ണൂരുള്ളൊരു സംഘവുമായിട്ട് ഷെയർ ചെയ്യുകയും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ജയിലിൽ പരസ്പരമുള്ള ബന്ധത്തിൽ നിന്ന് അവിടെ നിന്ന് അത് ഡെവലപ്പ് ആവുകയും അതിനുശേഷം ഇതിന് ഉതകുന്ന ഈ ഓപ്പറേഷൻ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ ഉതകുന്ന വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ അവരിത് വന്ന് കാണുകയും ഏതാണ്ട് ഈ മാസം 6-ാം തീയതിയോ മറ്റോ ആണ് ഒരു ഫസ്റ്റ് വിസിറ്റ് ഈ ഏരിയയിൽ പെരിന്തൽമണ്ണയ്ക്ക് വരുന്നത്. ഈ വരുന്നവരാരും മലപ്പുറംകാരല്ല, ഈ പറഞ്ഞ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ വന്ന് ഇതെല്ലാം പരിശോധിച്ച് പോയി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ പങ്കെടുത്തവരെയും ഇപ്പം നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അവരന്ന് വന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോയി. അതിനുശേഷം ഇതിൻ്റെ ഇടയിലൊരു 11-ാം തീയതിയോ മറ്റോ ആണ് അവർ ആദ്യം ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നത്. അന്നേ ദിവസം ഇതിൻ്റെ ഇൻഫോർമൻസ് എല്ലാം ഇവിടെ റെഡി ആയിരുന്നെങ്കിലും ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗ്യവശാൽ അന്നേ ദിവസം നടന്നില്ല. അന്നേ ദിവസം ഈ ഓപ്പറേഷൻ നടക്കാതിരുന്നതുകൊണ്ട് പുതിയ ടീമുകളെ തൃശ്ശൂരിൽ നിന്ന് അറേഞ്ച് ചെയ്ത് പിന്നീടാണ് ഈ നമ്മളുടെ D-Dayയിൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. ഓപ്പറേഷന് ശേഷം അവർ ഓൾറെഡി കണ്ടെത്തിയിരുന്ന പോലെ തന്നെ വന്നത് തന്നെ ഒരു മെരാസോ വെഹിക്കിളിലാണ്. പോലീസ് അന്നേ ദിവസം തന്നെ സംഭവം നടന്ന് 8:30 തൊട്ട് കഴിഞ്ഞ സമയത്താണ് ഇൻഫർമേഷൻ പോലീസിൽ കിട്ടുന്നത്. ഉടനടി തന്നെ നമ്മളത് ഈ മഹീന്ദ്ര മെരാസോ അതൊരു വളരെ വിരളമായിട്ടുള്ള വാഹനമായതുകൊണ്ട് അത് കണ്ടെത്തുക, ആ വാഹനത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ തൃശ്ശൂർ റേഞ്ച് DIG അവർ അദ്ദേഹത്തിൻ്റെ തോംസൺ ജോസ് IPS അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും അലേർട്ട് കൊടുത്തു. അങ്ങനെ തൃശ്ശൂർ പോലീസ് രാത്രിയിലും മലപ്പുറവും പാലക്കാടും എല്ലാ പോലീസുകളും ഇത് ഈ വാഹനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നതിന് തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് പിടിച്ച് അത് ഓൾറെഡി ന്യൂസ് റിപ്പോർട്ടഡാണ്. അതിൽ നിന്ന് ബാക്ക് വർക്ക് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനകത്ത് ഈ ഓപ്പറേഷനിൽ മൊത്തം 9 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഈ വാഹനം അന്നേ ദിവസം വൈകുന്നേരം ഇടങ്ങളിലുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം ഇവിടെ വന്ന് ഇദ്ദേഹം 2 പേരും പോകുന്നതിനെ ട്രെയിൽ ചെയ്ത് പോയി ഇവർ പറഞ്ഞ പോലെ തന്നെ അറ്റാക്ക് ചെയ്ത് പേപ്പർ സ്പ്രേ എല്ലാം അടിച്ചതിന് ശേഷം ഇത് കവർച്ച നടത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത്. കൊണ്ടുപോയി ഇതിൽ 5 വ്യക്തികൾ ആ വാഹനത്തിൽ തുടരുകയും 4 പേര് ഈ സ്വർണ്ണവുമായി മറ്റൊരു വാഹനത്തിൽ ഷൊർണൂർ ഭാഗത്തായിട്ടൊരു സ്ഥലത്ത് ഒരു കൈമാറ്റം നടത്തി മാറിപ്പോവുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് നമ്മളുടെ അന്വേഷണം ഈ 2 തലത്തിലേക്കും ഇതിൻ്റെ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ടീം വരുന്ന വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. അവരുടെ പുറകെയുള്ള ഒരു 3 ടീമുകളായിട്ട് തിരിഞ്ഞ് അവരുടെ പുറകെ ട്രെയിനിൽ പോയി. തൃശ്ശൂരിൽ നിന്ന് ഈ ഓപ്പറേഷൻ ആക്ച്വലി കണ്ടക്ട് ചെയ്തതിനകത്ത് മെജോറിറ്റി 9 പേരിൽ എനിക്ക് തോന്നുന്നു 6 പേര് തൃശ്ശൂരുകാരാണ്. അവരെയും ട്രെയിൽ ചെയ്ത് പോയി. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് എൻ്റെ ടീം, എൻ്റെ എൻറ്റയർ ടീം ഇൻക്ലൂഡിങ് DYSP ഫീൽഡിൽ ഇറങ്ങി ആളുകളെ വീടുകളിലും മറ്റും സെർച്ചുകളും നടത്തി അങ്ങനെ
അപ്പോൾ ഫൈനൽ സ്റ്റേജിൽ ഇതിൽ നഷ്ടപ്പെട്ട സ്വർണത്തിലൊരു മെജോർ ഭാഗം ഞങ്ങൾക്ക് സൂചനകളെല്ലാം ഉണ്ട്. അതായത് റിക്കവറി ഇതിൻ്റെ കോടതി നടപടി പ്രകാരം സീഷറുകൾ എടുക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ചിലത് വിൽപ്പനയുമായിട്ടുണ്ട്. അതും ബന്ധപ്പെട്ട ജ്വല്ലറികൾ അവരുടെ ഓണേഴ്സിൽ നിന്ന് അത് തിരിച്ചെടുക്കേണ്ടതായിട്ടുള്ള അതിൻ്റെ പ്രൊസീജിയറൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് തന്നെയായാലും ഓൾമോസ്റ്റ് എത്രയാണ് നമ്മുടെ ക്വാണ്ടിറ്റി പറയുന്നത്? അറൗണ്ട് 2.2 kg, ഐ മീൻ ഇൻക്ലൂഡിങ് 1.7 1.8 മറ്റോ ആണ് ഗോൾഡ് ഉള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ റിക്കവറിയിലാണ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളത്. എടുത്ത് തൂക്കിയതിന് ശേഷം ഒരു 2 കിലോ 200 ഗ്രാമോ അതിൻ്റെ അപ്പുറത്തോട്ടുള്ളത് റിക്കവറി, ഇൻക്ലൂഡിങ് അതിൻ്റെ മണി വാല്യൂ റിക്കവറിയുടെ ആംഗിളിലായിട്ട് എത്തിയിട്ടുണ്ട്. പ്രതികളെ ഞങ്ങൾ ഇപ്പം ഓൾറെഡി എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നും ഹാജരാക്കുന്നുണ്ട്. അവർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തുടർ ചോദ്യങ്ങളും പലതും ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഈ മരാസോ വെഹിക്കിളിൻ്റെ കാര്യത്തിനകത്ത് ഇവർ ഫേക്ക് നമ്പർ പ്ലേറ്റ്സ് ആയിരുന്നു. എന്നിട്ടും തൃശ്ശൂർ ജില്ലാ പോലീസ് അത് വളരെ സമർത്ഥമായിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് രാത്രി തന്നെ ഡിറ്റക്ട് ചെയ്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സഹായകരമായ ഫേക്ക് നമ്പർ പ്ലേറ്റ്സ് അടക്കം ഓൾറെഡി റിക്കവറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് ഓൾറെഡി അത് സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അവരെവിടെയാണ് അത് ഡിസ്പോസ് ചെയ്തതെന്നുള്ള അടക്കം വളരെ വിജനമായിട്ടുള്ളൊരു പാതയോരത്തൊക്കെയാണ് അത് ചെയ്തിരുന്നത്. ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തിരുന്നതാണ്. വളരെ സമർത്ഥമായിട്ട് തന്നെ എൻ്റെ ഉദ്യോഗസ്ഥർ, ഇത്രയും ഓഫീസേഴ്സും പിന്നെ പെരിന്തൽമണ്ണ സി അദ്ദേഹം ലീവിലാണ്, ഇത്രയും പേരാണ് ഇതിൻ്റെ മെയിൻ ചുക്കാൻ പിടിച്ചത്. ഓഫ്കോഴ്സ് ജില്ലയിലെ എല്ലാ ക്രൈം ഡിറ്റക്ഷൻ ടീമുകളും ഇതിൻ്റെ പുറകിലുണ്ട്. ഓഫ്കോഴ്സ് തൃശ്ശൂർ പോലീസിൻ്റെ സപ്പോർട്ടും നമുക്ക് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിലൊരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിലൊരു സക്സസിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാവുന്നൊരു ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. ഇനിയുണ്ട്. അതെ, ഓപ്പറേഷനിൽ പങ്കെടുത്ത പ്രതികൾ ഇനിയൊരു 4 പേര് കൂടി പിടികിട്ടാനുണ്ട്. ഈ 4 പേരുടേതെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയും പേരെ പല പല സ്ഥലത്തു നിന്നായിട്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മിസ്സായി പോകുന്ന ഒരിതാണ്. അതിൻ്റെ പുറകെ ഓൾറെഡി ഇന്നും ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ടീം അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് മൊത്തം 13 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 13 4 17 പേർ. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള ഒരു പെറ്റി തീഫ് അല്ല, ചെറുകിട മോഷണങ്ങൾ, അദ്ദേഹത്തിന്റെ മോഷണം പ്രക്രിയകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ സ്ഥലങ്ങളിൽ പോയിട്ട് എഞ്ചിനീയറായിട്ട് ഡിസ്ഗൈസിൽ ചെന്നിട്ട് അവരോട് അത് ഇതൊക്കെ ചോദിച്ചതിന് ശേഷം അവിടുന്ന് അവരുടെ ഫോണും പണമൊക്കെ കവർന്നു പോകുന്ന ഒരു വ്യക്തി. നിരവധി കേസുണ്ട്, അങ്ങനെ 20ഓളം കേസുണ്ട്. അങ്ങനെ 2 പേരുണ്ട്. ഇവരിങ്ങനത്തെ റെഗുലർ തെഫ്റ്റിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ മേഖലയിൽ, മലബാർ മേഖലയിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ കണ്ണിൽപ്പെട്ടാണ്. അപ്പോൾ ഞങ്ങളും ആദ്യം സംശയിച്ചിരുന്നു. കാരണം വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ജ്വല്ലറിയാണ്. അത് ഇവിടുത്തെ ആരും പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ നോക്കുമ്പോൾ കൃത്യമാണ് ഇവർ ഈ 11-ാം തീയതിയിലത്തെ ഓപ്പറേഷന് ഇവരിവിടെ 11-ാം തീയതി പ്ലാൻ ചെയ്ത ഓപ്പറേഷനിൽ അവരിവിടെ വന്നിരുന്നു, അന്നത്തെ പ്ലാനിങ്ങിനകത്ത്. അപ്പോൾ അവരുടെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് അവിടെ നിന്ന് വാഹനത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം, ഫുൾ ഡീറ്റെയിൽസ് അടക്കം നമ്മുടെ അവൈലബിൾ ആണ്. അവരത് കൺഫെഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഏതാണ്ട് 1.5-2 വർഷം മുമ്പാണ് അവരിത് ഐഡന്റിഫൈ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ അന്ന് കുത്തി തുറക്കാനായിട്ടുള്ള പ്ലാൻ ആയിരുന്നിരിക്കാം. പക്ഷെ കുറച്ചുകൂടിയും എളുപ്പമുള്ള മാർഗം ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വെളുപ്പണവും അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലൊക്കെ ആയിട്ട് നടക്കുന്നവരെ ഇത് ഏൽപ്പിക്കുകയും ഇൻഫർമേഷൻ കൊടുത്ത് അത്തരത്തിലുള്ള ക്രൈം ഹിസ്റ്ററി ഉള്ളവരാണ് തൃശ്ശൂരുകാരെല്ലാവരും തന്നെ. കണ്ണൂരുകാരൻ പിടികിട്ടാനുള്ളൊരു വ്യക്തിക്ക് കേസുകളുണ്ട്, ഇത്തരത്തിലുള്ള കേസുകളുണ്ട്. തൃശ്ശൂരിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് ഒരു മെജോറിറ്റി ആൾക്കാർക്ക് 3-4 പേർക്ക് അതിനകത്ത് ഈ ക്രൈം ഹിസ്റ്ററി ഉള്ളവരാണ്. ഒരു ബന്ധുവില്ല. അവരോട് റെഗുലറായിട്ട് വന്നിട്ടുണ്ട് പല തവണ. അവർ ഓരോ തവണ വരുമ്പോഴും നോക്കിയിട്ടുണ്ട്. ഇതിന്റെ ചർച്ചകളെല്ലാം നടന്നിരിക്കുന്നത് ഈ ഷിഹാബ് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു 6 മന്ത് ഇദ്ദേഹം ഇത്രയും കേസുകളുള്ളതിൽ ഇടയ്ക്ക് ജയിലിൽ പോയി കിടക്കുന്ന എന്നാലാണ് അത് തീരുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ചെറിയ ക്രൈമുകളാണെങ്കിൽ കൺവിക്ഷൻ മേടിച്ച് ജയിലിൽ പോയി കിടക്കുന്ന സമയത്ത് ചർച്ച ചെയ്ത് ഉടലെടുത്ത ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് പല ആളുകളിൽ നിന്ന് മറഞ്ഞു പോയി. ഇതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാരൊക്കെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഒരു വളരെ ബിസി റോഡായതുകൊണ്ടും അവരുടെ ലക്ക് അത്രയും ഫേവർ ചെയ്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ ഇത്രയും തിരക്കേറിയൊരു നഗരവീഥിയിൽ ഇങ്ങനൊരു ആക്ഷൻ നടന്നിട്ടും അവർ എസ്കേപ്പ് ആവാൻ സഹായിച്ചത്. പക്ഷെ ഭാഗ്യം അവർ കൂടുതൽ തുണച്ചില്ല.
ഞങ്ങൾക്കായിരുന്നു കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, DIG സാറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം റേഞ്ച് മൊത്തം ചെക്കിംഗ് ആരംഭിച്ചു. അന്നേ ദിവസം രാത്രി ട്രാവൽ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം, നിങ്ങൾ പോകുന്നൊരു വെളുത്ത വാഹനത്തിലാണെങ്കിൽ നിങ്ങളെ തടയുന്നൊരു സാഹചര്യം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ രാത്രി വൈകി 12 മണിക്ക് ശേഷമാണ്. അപ്പം ഇതിൽ നിന്ന് ഈ ഉരുപ്പടി, അതായത് സ്വർണ്ണം മുതൽ വേറെ വണ്ടി പോയി, സ്വർണ്ണം മുതലില്ലാത്ത 4 പേര് കെയർ ഫ്രീ ആയിട്ട് പോവുകയാണ് അവർ. പക്ഷെ വാഹനം മാറ്റിയിട്ടില്ല, ഇതേ വാഹനത്തിൽ തന്നെയാണ് അവർ. നമ്പർ മാറ്റി, നമ്പർ അവിടെ നിന്ന് തന്നെ പൊളിച്ചു മാറ്റി, ഒറിജിനൽ നമ്പർ തന്നെ ആക്കിയിട്ട് അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് തൃശ്ശൂർ വെച്ചിട്ട് ചെക്കിങ്ങിനകത്ത് വാഹനം ഐഡന്റിഫൈ ചെയ്ത് അവിടുത്തെ SI അത് പിടിക്കാം. അപ്പോൾ അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കൂടുതൽ ചോദിച്ചു. അപ്പോൾ ആദ്യമൊന്നും അവർ കൺഫ്യൂസ് ചെയ്തില്ല. അന്ന് അങ്ങനെയാണ് തൃശ്ശൂർ ടീമാണ് ഫസ്റ്റ് ഇതിനകത്തുള്ളൊരു ബ്രേക്ക് തരുന്നത്. അപ്പോൾ ഇതൊരു കേരള പോലീസിന്റെ ഒരു യൂണിറ്റിയുടെ ഇതും കൂടിയാണ്. കാരണം അവിടെ നിന്ന് ഡിറ്റക്ട് ചെയ്ത് 4 പേരെ അപ്പോൾ തന്നെ നമ്മൾ ഐഡന്റിഫൈ കാര്യങ്ങളെല്ലാം മെജോറിറ്റി ഇവർക്ക് പരസ്പരം അറിയത്തു പോലുമില്ല. അതാണ് ഇതിലെ സർപ്രൈസിങ് ഫാക്ട്. പങ്കെടുത്തവർക്ക് പലർക്കും മറ്റവരുടെ പേരെല്ലാം നമ്മൾ കസ്റ്റഡിയിലെടുത്ത് കയ്യാമം വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ മാത്രമാണ് ഈ അടുത്ത് നിൽക്കണവൻ അടുത്തിരുന്നവൻ ആരാണ്. അങ്ങനത്തെ ഒരു ആംഗിളൊന്നും കാണുന്നില്ല ഇത്. പക്ഷേ ഈ ഒരേ പോയിന്റിൽ തന്നെ എല്ലാവരും വരണ്ടെന്നുള്ളൊരു കൺസെപ്റ്റ് ഇതിനകത്ത് അത് വളരെ പ്രകടമായിട്ടുണ്ട്. ഇതിലിപ്പം കണ്ണൂരിൽ നിന്നുള്ളൊരു അനന്തും അജിത്തുണ്ട്, ഒരു അനന്തുവും ഇനി കിട്ടാനുള്ള വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്, ഒരു പ്രതിയുണ്ട്. അവരെല്ലാം ഇതിന്റെ റെഗുലർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രോക്സിമിറ്റിയും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. വഴികൾ, എസ്കേപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവർ ഇവിടെയുള്ള ആളുകളെ കൂട്ടുന്നത്. അപ്പം ഇതിൽ വന്നു കൂടുന്നവർ ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പിന്റെ ആൾക്കാർ ഒരുമിച്ച് വരുന്നു, പിന്നെ അവരെല്ലാവരും കൂടി ബ്ലെൻഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതെ, കണ്ണൂരിൽ നിന്നുള്ള ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന 3 പേരുണ്ട്. അതിലൊരാൾ അറ്റ് ലാർജാണ്. അയാൾക്ക് തൃശ്ശൂരും ഇവൻ മഞ്ചേരിയിൽ പോലും ക്രൈമുണ്ട്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു മഞ്ചേരി ക്രൈമുണ്ട്, അതിലും പിടിക്കപ്പെട്ടിട്ടില്ല. അതിൽ അയാൾ അബ്സ്കോണ്ടിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ അയാൾ ഇവിടെ വന്നതിന് ശേഷം ഇവർ ഒരുമിച്ച് ക്രൈം, മുന്നേ വയനാട് ഒരുമിച്ച് ക്രൈമിൽ പെട്ട ആൾക്കാരുണ്ട്, കസബ പോലീസ് സ്റ്റേഷനിൽ പാലക്കാട് ക്രൈമുള്ളവരുണ്ട്. അപ്പോൾ ആ കേസുകളെല്ലാം കുഴപ്പണ. ആദ്യം പറഞ്ഞ അനന്തുവിനെ പിടികൂടിയിട്ടുണ്ട്. പിന്നുള്ളൊരു വിപിനുണ്ട്, അയാള് ജയിലിൽ പരോളിലാണ്, അയാളെയും പിടികൂടി. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതിന്റെ ഒറിജിനൽ ആസൂത്രണം നടന്നു പല ഗൂഢാലോചന. ഇപ്പോൾ ഞങ്ങളുടെ കേസ് വരുമ്പം പല സ്ഥലത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഫസ്റ്റ് വൺ അവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ്. ഫസ്റ്റ് ഇത് ഇവിടെ നിന്ന് ഈ പെറ്റി തീഫുകൾ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അവർ അവിടെ നിന്നാണ്. അവർക്കത് സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നത് കുറേ കൂടി പ്രൊഫഷണൽ. അന്ന് ഇവർ വന്നില്ല, തൃശ്ശൂരുകാർ വന്നില്ല. അപ്പോൾ ഇവരിവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ തൃശ്ശൂരുകാർ എന്നിട്ട് നടപ്പായില്ല. അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ട്. എല്ലാവരും ഇല്ല. ഇപ്പൊ തൃശ്ശൂർ ടീമിൽ നോക്കുകയാണെങ്കിൽ ഒരു 2-3 പേരൊക്കെ ഫസ്റ്റ് ഒഫൻഡേഴ്സ് ആണ്. കണ്ണൂരിൽ നിന്നുള്ള 3 പേരിൽ 2 പേര് സോഫാർ നമുക്ക് ക്രൈം ഹിസ്റ്ററി എന്നുവെച്ചാൽ ഈ മോഡസ് ക്രൈം ഹിസ്റ്ററി ഇല്ലാത്ത ആൾക്കാരാണ്. മറ്റ് കേസുകളൊക്കെ ഉണ്ട്, രാഷ്ട്രീയ കേസുകൾ എന്തൊക്കെയുണ്ട്. എല്ലാം ആഭരണങ്ങളായിരുന്നു എന്നാണ് കംപ്ലൈനന്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അത് ഉരുക്കപ്പെട്ടിട്ടുണ്ട്. അതും ഇതിനകത്ത് റിക്കവറി നമ്മുടെ അന്വേഷണത്തിനകത്ത് മനസ്സിലാക്കണം. ഈ സാധനം മുഴുവനും തൃശ്ശൂരുകാരനായിട്ടുള്ള മുൻപ് ഈ സംഘത്തിൽപ്പെട്ട മുൻപ് സ്വർണ്ണപ്പണി ചെയ്തിരുന്ന ഒരു വ്യക്തി, അയാൾ ഇതിന്റെ എന്താ പറയണ ഗണ്ണല്ല, ഗണ്ണും അതിന്റെ കുരുക്കാനുള്ള ഗണ്ണും പഞ്ഞിയും പിന്നെ ചവണ എന്തോ അതൊക്കെ വാങ്ങി അത് വളരെ ക്രൂഡായിട്ട് ഒരുക്കി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ലിസ്റ്റ് ആക്കി തരാം. FIR പ്രകാരം എത്രയാണ്? 3.5 കിലോ എന്നുള്ളതാണ് പരാതിയിലുള്ളത്. ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് അത്രയാണ്, ഒരു 2.25 കിലോ. ഇനി പ്രൊസീജിയർ എല്ലാം പ്രൊസീജിയറാണ്, അറിയാലോ നമുക്ക്. പ്രൊസീജിയർ അങ്ങനെയല്ല. ഇവന്റെ മൊഴി പ്രകാരം ഇവര് ചായ പിടിക്കാൻ നിർത്തിയപ്പോ കണ്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആയിരിക്കാം, കാരണം ഇത് ഓപ്പർച്യൂണിറ്റി ക്രൈം നടത്തുന്ന വ്യക്തികളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം പറഞ്ഞ അവരുടെ ക്രൈം ഹിസ്റ്ററി മെജോറിറ്റി ക്രൈമുകളും ഈ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് മൊബൈൽ ഫോണൊക്കെ കവർച്ച നടത്തുന്ന ഒരു വ്യക്തിയാണ്, അതിലെ പണമൊക്കെ. അപ്പം അങ്ങനത്തെ ഇംപെർസനേഷനൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആളാണ്. ദേ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ ഇവിടെ ഇതുപോലുള്ള സ്ഥലം ഉണ്ടെന്നും ഇതിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ചായ കുടിക്കുന്ന സമയത്ത് കാണുന്നതാണ് ഇവർ രണ്ടാളും 2 ബാഗിൽ സാധനങ്ങൾ നിറച്ചു വെക്കുന്നു, കാശെടുത്ത് വെക്കുന്നതും സ്കൂട്ടറിൽ കയറി പോകുന്നു, വന്നവർ കാണുന്നു. അവിടെ നിന്നാണ് അവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുന്നത്.
കാരണം വാഹനത്തിൽ ടൂ വീലറിൽ തന്നെയാണ് ഈ ജ്വല്ലറി ഇവർ രണ്ടുപേരും ദിവസേന ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അപ്പം പെരിന്തൽമണ്ണക്കാർക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും പുറത്തുനിന്നുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈസ് എ ക്രിമിനൽ. അവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് മുൻപ് 1-2 തവണ അവിടെ വന്നിട്ട് ഇത് ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്, കണ്ണൂരിൽ നിന്ന് വന്ന രണ്ടുപേര് ഒമാനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർ രണ്ടുപേരും ഇവിടെ വന്ന് നേരിട്ട് ഈ ക്രൈമിലേക്ക് ഉൾപ്പെടുന്നു. അവരെ ഇവിടെ നിന്ന് വിളിച്ചു വരുത്തുകയാണ്. ഇങ്ങനെ ഒരു ഇതുണ്ട്, കുറച്ച് പൈസ ഉണ്ടാക്കാം വരാൻ പറഞ്ഞിട്ട് തിരിച്ചു വരുത്തിയിട്ടാണ് അവരിതില് രണ്ടാള്. അങ്ങനത്തെ ബന്ധങ്ങളൊന്നും നമുക്ക് ഇതുവരെ കിട്ടില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും അന്വേഷണം ഇനി ഞങ്ങൾക്ക് അറ്റ്ലാർജ് ഈ ഇതിലെ ഫസ്റ്റ് ഏർപ്പാടാക്കി കൊടുത്തതിന്റെ സുഹൃത്തുക്കളാണ്, അവരുടെ സുഹൃത്തുക്കളാണ്. അവരെല്ലാം കണ്ണൂർ ഒരേ നാട്ടുകാരാണ്. ഇപ്പൊ പരോളുണ്ട്. അതായത് രണ്ടുപേര് ഇങ്ങനെ സ്വർണം കൊണ്ടുപോകുന്നത് ആദ്യം കാണുമ്പോൾ അതിനുശേഷം ഇവരത് കണ്ണൂരിലുള്ള സംഭവമായിട്ട് ആസൂത്രണം നടത്തുന്നു. അതെ, കണ്ണൂർ ജയിലിൽ വെച്ചിട്ട് പരിചയമുള്ള ക്രിമിനൽസായിട്ട് ബന്ധപ്പെട്ട് ഒരു മർഡർ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്. അതൊരു അതിന്റെ ഓർഡർ എങ്ങനെയാണ് സാർ? 2 വർഷം മുമ്പ് കാണുന്ന പോലെ തുടങ്ങുകയാണ്. ബേസിക്കലി 1.5-2 വർഷം മുമ്പ് ഇവര് ഈ പറയുന്ന വ്യക്തികൾ ഷിഹാബ്, അനസ് എന്ന് പറഞ്ഞ 2 പ്രതികൾ അവര് കോഴിക്കോട്ടേക്ക് പെരിന്തൽമണ്ണ എത്തുന്ന വഴിക്ക് അവര് വെള്ളം കുടിക്കാൻ ചായ കുടിക്കാൻ കയറുന്ന സമയത്ത് ഇവരെ കാണുന്നു. ഈ സമയത്താണ്, രാത്രി സമയത്താണ്, ദിവസേന അതൊരു റെഗുലർ പ്രാക്ടീസാണ്. ഇവർ എല്ലാ ദിവസവും വൈകുന്നേരം കടയടച്ച്, സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ കുറവാണ്, അവരത് അടച്ച് സ്വർണ്ണമായിട്ട് തിരിച്ചു പോവുക ചെയ്യുന്നത്. അതിനുശേഷം അപ്പം തന്നെ അവർക്ക് അവരുടെ ഓപ്പർച്യൂണിറ്റി അവർ ഐഡന്റിഫൈ ചെയ്യുന്നു ഇത് ഉപയോഗിക്കാന്നുള്ളത്. പിന്നീട് അവർ മറ്റ് പല കേസുകളിലും പെട്ട് അവർ ജയിലിൽ പോവുകയും, പക്ഷേ ജയിലിൽ വെച്ചിട്ട് കൊലപാതക കേസിൽ പെട്ടിരുന്ന ഒരു വിപിൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഷിഹാബ് അവിടെ ബന്ധം സ്ഥാപിക്കുന്നു. അത് കണ്ണൂരുകാരനാണ് ഈ വിപിൻ. അതിനുശേഷം അപ്പം ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അയാളായിട്ട് ഷെയർ ചെയ്യുന്നു. പിന്നെ ഷിഹാബ് പുറത്തിറങ്ങിയതിന് ശേഷം ഷിഹാബിൻ്റെ തന്നെ അനസും ഷിഹാബും ഇവർ രണ്ടുപേരുമാണ് ഈ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാർ. അവർ പരസ്പരം വിപിനായിട്ട് സംസാരിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യാന്നുള്ള തീരുമാനിക്കും. വിപിൻ കൂത്തുപറമ്പിലുള്ള വിപിൻ്റെ സുഹൃത്തായിട്ടുള്ള അനന്തു അവിടുത്തെ ഒരു എനിക്ക് തോന്നുന്നൊരു ഉള്ളേരിയ എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ഓട്ടോറിക്ഷ എന്തോ ബൈക്കുകാരൻ്റെ ഈ കോഴൽപ്പണം തട്ടിയ കേസിലെ പ്രതിയാണ്. അപ്പം അവൻ ഇതിൻ്റെ ടീമുകളെ കുറിച്ച് അറിയാവുന്ന രീതിയിൽ അവനോട് ഇത് പറയുന്നു. അവൻ്റെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുന്നു, വടകരയുള്ള സുഹൃത്തായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ അതിന് ശേഷം അവിടെ നിന്ന് അജിത്താണ് ഈ നമ്മുടെ ആക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്ന ഒരു ക്രിമിനൽ. അങ്ങനെ അവിടെ നിന്ന് അവരും ഈ ഇപ്പം നമ്മുടെ കയ്യിൽ പ്രതികളായിട്ടുള്ള 2 പേരും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് 6-ാം തീയതി ഇവർ തമ്മിൽ കൂട്ടിമുട്ടാണ്. ഈ ഷിഹാബും ടീമും ഈ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ടീമും അവർ എല്ലാവരും കൂടിയും വന്ന് സ്ഥലമൊക്കെ നോക്കി പോകുന്നു. പിന്നീട് അവർ തൃശ്ശൂർ പോയി ആളെ സംഘടിപ്പിക്കാൻ നോക്കുന്നു. റൂമിൽ പല ദിവസങ്ങളിലായിട്ട് അതെല്ലാം ഞങ്ങളുടെ കേസിൽ വരുന്നുണ്ട്. ചാലക്കുടി താമസിച്ചിട്ടുണ്ട്, ഗുരുവായൂർ താമസിച്ചിട്ടുണ്ട്. മാറി മാറി ഓരോരോ ലോഡ്ജുകളിൽ ഇവരിങ്ങനെ താമസിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം സെറ്റായി എന്ന് ഇൻഫോമേഴ്സ് കരുതിയ ദിവസം അവർ ഇവിടെ വരുന്നു. 15-ാം തീയതിയാണെന്ന് തോന്നുന്നു എക്സാക്ട് ഡേറ്റ് നോക്കുന്നത്. ആ ഡേറ്റിൽ പക്ഷേ ഓപ്പറേഷൻ നടക്കുന്നില്ല. പിന്നീട് പെരിന്തൽമണ്ണ സ്റ്റേ ചെയ്തിട്ടില്ല. അതാണ് അപ്പോൾ പ്ലാനിങ്ങിന്റെ ഭാഗത്തിൽ ഇതല്ല, എല്ലാം പ്ലാനാണ്. പെരിന്തൽമണ്ണ അവർ ഒരിക്കലും സ്റ്റേ ചെയ്തില്ല. പെരിന്തൽമണ്ണ ഇവരെല്ലാവരും ഈ വന്ന് പോകുന്നു. പക്ഷെ അതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ഞങ്ങൾക്കിടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. സംസ്ഥാനം വിട്ടു പോയിട്ടില്ല. നമ്മുടെ ഇപ്പം നമുക്ക് അറിവുള്ള സാധനങ്ങളൊന്നും സംസ്ഥാനം വിട്ടു പോയിട്ടില്ല. ആൻഡ് വീൽ റിക്കവർ ഇറ്റ്. ഇത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ചെറുപ്പളശ്ശേരി തൂത ബ്രിഡ്ജ്, അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നമ്മൾ CCTV പ്രകാരം അവിടെ നിന്നാണ് പോയേക്കണമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ ഈതർ പാലക്കാട് ഓർ തൃശ്ശൂരാണ്. അപ്പോൾ DG സാറിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ടൈറ്റ് ആയിട്ടുള്ള ചെക്കിങ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. എല്ലാ ജില്ലകളും, എറണാകുളം ജില്ല അടക്കം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് അവിടെ ഡിറ്റക്റ്റ് ആവുന്നത്. പക്ഷെ അതിനുള്ളിൽ തന്നെ അവർ ഈ ഫേക്ക് നമ്പറും മാറ്റി വാഹനം ഒരു പർട്ടിക്കുലർ വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഇവർ സ്വർണം കൊണ്ടുപോകുന്നവർ അവിടെ നിന്ന് ഇറങ്ങി ബാക്കിയുള്ളവർ തുടർയാത്ര മദ്യപിച്ചിട്ടും വരും തുടർയാത്ര തുടർന്നു. അതിൽ മറ്റൊരു വാഹനം വന്ന് ഇവരെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി. പിന്നീട് അവർ ആ സ്വർണ്ണമായിട്ടന്ന് പോയി. പിന്നെ പിറ്റേ ദിവസം അവർ അത് ഒരുക്കാനുള്ള നടപടികളെല്ലാം ചെയ്ത് സ്വർണ്ണമായിട്ട് പോയവരല്ല, അതിലൊരാളെ കിട്ടി. അയാളുടെയിലായിരുന്നു സ്വർണം. അപ്പം 4 പേരാണ് അതിനകത്ത് പോയത്. അതിനകത്ത് ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി 3 പേരാണ് അറ്റ്ലാർജ്. അല്ല, ഇത് ഓൾമോസ്റ്റ് നമുക്ക് ഇവര് പിടികിട്ടിയവർക്ക് പരസ്പരം അറിയില്ല എന്ന് പറയുന്നതിനകത്താണ് ഏറ്റവും വലിയ ചാലഞ്ച്.
അപ്പം ഇവര് പല പല നാടുകൾ പറയുന്നു, അവർ എവിടുത്തുകാരാണ്, ഭാഷയുടെ ഇതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്, അവർ അവിടുത്തുകാരായിരിക്കും ഇവിടുത്തുകാരായിരിക്കും എന്നുള്ളത്. ഏബിൾ ടു ടീം അത്രമേൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ റിപ്പോർട്ടേഴ്സിന് ചോദിച്ചറിയാം എത്രത്തോളം ഇവിടെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. എവിടെ കൈമാറിയത് അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം. ഏതാ? പാലക്കാട് ജില്ലയിൽ വെച്ചിട്ട്. പോലീസിന്റെ ഇടപെടൽ പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞത് റിക്കവറിയൊക്കെ തീർച്ചയായും പ്രശംസനീയമാണ്. പക്ഷെ പെരുന്തൽമണ്ണ ഒരു സിറ്റിയിൽ നിന്ന് ഇത്രയും ഒരു സ്വർണ്ണ കവർച്ച നടക്കുക എന്ന് പറയുന്നത് ഒരു സുരക്ഷ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? പോലീസ് പെട്രോളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ഇത്രയും നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഇറ്റ്സ് എ പ്രീ പ്ലാൻ ക്രൈം വിത്ത് ഓൾ പോസിബിലിറ്റീസ്. എത്ര എങ്ങനെ എസ്കേപ്പ് പ്ലാൻ അടക്കം ഡിസൈഡ് ചെയ്തിട്ട്, എന്നിട്ടും അന്ന് രാത്രി പോലീസ് പിടിച്ചു എന്നുള്ളത് മറക്കാൻ പാടില്ല. സോ ഫസ്റ്റ് ലീഡ് വിത്തിൻ അവേഴ്സ് തൃശ്ശൂർ പോലീസ്. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് കേരള പോലീസ്. ഔട്ട്റൈറ്റ്ലി നമുക്കത് മനസ്സിലാവുന്നില്ല. ഓഫ് കോഴ്സ് ഇതിന് ഇവരുടേതായ മെത്തേഡ്സ് ഉണ്ടാവണം. കഴിഞ്ഞതിന് ശേഷം ഇവര് പലതവണ ട്രയൽ നടത്തിയിട്ടാണ് ഇവിടെ വന്ന് ഇതിന്റെ റൂട്ട് പോലും നോക്കി എവിടെ വെച്ച് റൂട്ട് ഒരാൾ ബൈക്കിൽ വരുന്നുണ്ട്, ഈ ഡ്രൈവറായിട്ട് വരുന്ന ആൾ ഇതിന്റെ ബൈക്കിൽ, അയാൾ തൃശ്ശൂരാണ്. പ്ലേസ് ഇപ്പൊ നടന്ന അവരുടെ വീടിന്റെ മുന്നിൽ തന്നെയാണ്. അവിടെയാണ് കുറച്ച് ലൈറ്റ് കുറവുള്ളതും തിരക്ക് കുറവുള്ള സ്ഥലം എന്ന് അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വന്ന് ചെയ്തതാണ്. 9 പേര് നമ്മൾ പറഞ്ഞു, ആ വാഹനത്തിൽ 9 പേര്. ഇല്ല, പ്രധാനപ്പെട്ട ആസൂത്രകർ, ഒറിജിനൽ ആസൂത്രകരെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് പല പല ആസൂത്രണങ്ങളുണ്ട്, ഒറ്റ ആസൂത്രണത്തിൽ നിൽക്കുന്നില്ല. ആദ്യം അവിടെ, അതിനുശേഷം തൃശ്ശൂർ ഒരു ടീമിനെ എടുക്കുമ്പോൾ അതും അവിടെ ഒരു ആസൂത്രണം. അത് നമ്മൾ ഓൾറെഡി ക്രൈമിൽ ഉപയോഗിച്ച വെഹിക്കിൾ നമുക്ക് അന്നേ തന്നെ കിട്ടിയിരുന്നു, ഇവരെ പിടിക്കുമ്പോൾ തന്നെ കിട്ടിയിരുന്നു. പിന്നീട് ഇത് കാണാൻ വന്നിരുന്ന വാഹനം കാറാണ്, അത് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വേറെ 1-2 കാറുകളും ഒരു ബൈക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ വാഹനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ 2 വാഹനങ്ങൾ ഓൾറെഡി ആയിരുന്നു. ബാക്കിയുള്ളത് ഈ പറഞ്ഞോണം ലീഗൽ പ്രോസസ് ഉണ്ട്. ഇപ്പൊ ഈ ഘട്ടത്തിൽ നമുക്ക് പറയണതിന് പരിധി. അതിൽ തന്നെ അത് റോബറി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് കവരാൻ വേണ്ടിയിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രതികളുടെ വിഷ്വൽസ് തരും. ഓക്കെ.